അബി സ്റ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെൽഫ് മാർക്കറ്റിംഗ് അതിൻ്റെ ലെവൽസിനെ കുറിച്ചും അതെങ്ങനെയൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഞാൻ. എന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം വഴി അറിയാമായിരിക്കും. പല പല വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതിലുപരി തൊപ്പിയുടെ ലൈവിൽ പോയ ഒരു അധ്യാപകൻ എന്ന ഒരു ലേബലിലും എന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, അറിയാൻ സാധ്യതയുണ്ടായിരിക്കും. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു. അതിനുശേഷം തൊപ്പിയുടെ ലൈവിലോട്ട് പോയ സമയത്ത് കുറച്ച് ശ്രദ്ധ പിടിച്ചു പറ്റാൻ എന്നെ കൊണ്ട് പറ്റി. അതുപോലെ സോഷ്യൽ മീഡിയയിലെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ നോക്കുന്ന ആൾക്കാരുടെ രീതികളും അവരുടെ ലെവൽസ് ഓഫ് മാർക്കറ്റിങ്ങുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്ന AJP അലിൻ ജോസ് പെരേരയെ കുറിച്ച് സംസാരിക്കാം. കൊച്ചിയിലാണ് അദ്ദേഹത്തിൻ്റെ താമസം. ആറാട്ടണ്ണൻ വഴിയാണ് അദ്ദേഹം ഫീൽഡിലോട്ട് വരുന്നത്. ആറാട്ടണ്ണനാണ് അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ കോമാളിത്തരങ്ങൾ കാണിച്ച്, ഡാൻസ് കളിച്ച്, റിവ്യൂ പറഞ്ഞ്, ബർത്ത്ഡേ വിഷ് പറഞ്ഞ്, പുതിയ ഷോർട്ട് ഫിലിമുകൾ റെഡിയാക്കി, ഓരോ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അദ്ദേഹം തന്നെ ചെയ്ത് ആൾക്കാരുടെ ചീത്തവിളിയും തെരുവിളിയും എത്രമാത്രം കേട്ടിട്ടും അദ്ദേഹം അതൊന്നും കൂസാക്കാതെ, അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു അതൊന്നും അറിയത്തില്ല എന്നാ തോന്നുന്നു. അദ്ദേഹത്തിനെ ഇങ്ങനെ മൂട്ടാനായിട്ടും പിരികയറാനായിട്ടും ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ ആ ലെവലുള്ള അദ്ദേഹത്തിന്റെ പേര് ഇപ്പോൾ അഭിനവ് കൃഷ്ണൻ എന്ന പേര് കേൾക്കുന്നതിനേക്കാളും അലിൻ ജോസ് പെരേര എന്ന പേര് കേൾക്കുന്നത് 100% കൂടുതലായിരിക്കും. അദ്ദേഹത്തിന്റെ പബ്ലിസിറ്റി അത്രത്തോളം നെഗറ്റീവ് ആണെങ്കിലും, ഒരു കൊമേഡിയൻ കഥാപാത്രമാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പബ്ലിസിറ്റി വളരെ വലുതാണ്. ആൾക്കാർക്ക് കളിയാക്കാൻ പറ്റുന്ന ഒരു ഉപകരണം അല്ലെങ്കിൽ ടൂൾ ആണെങ്കിൽ പോലും അദ്ദേഹം അത്യാവശ്യം നന്നായിട്ട് കാശ് ഏൺ ചെയ്യുന്നുണ്ട്. അദ്ദേഹം എല്ലാ സമയത്തും എല്ലാ രീതിയിലും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവും. രണ്ടാം സെക്ഷനിൽ എനിക്ക് പറയാൻ ആഗ്രഹം രേണു സുധിയാണ്. രേണു സുധിയെ വെച്ച് നോക്കുകയാണെങ്കിൽ സുധി ചേട്ടൻ്റെ പേരിൽ മുന്നോട്ട് വന്ന ഒരു വ്യക്തിയാണ് രേണു സുധി. രേണു സുധി പണ്ട് മുതലേ ടിക്ടോക്കും റീൽസൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷവും നമ്മൾ സുധിയെ കണ്ടതാണ്, രേണു സുധിയെ കണ്ടതാണ്. പിന്നീട് ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടായി. ബിഗ് ബോസിൽ വന്നു. ബിഗ് ബോസിൽ നല്ല കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. പക്ഷേ ബിഗ് ബോസിൻ്റെ അകത്ത് വന്നിട്ട് അവർ കാണിച്ച പരിപാടികളൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. ബിഗ് ബോസിൻ്റെ അകത്തല്ല, ബിഗ് ബോസ് ആദ്യ നോമിനേഷനിൽ തന്നെ വരുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. ഒരു വീഡിയോ ഒക്കെ ചെയ്തതൊക്കെ ബിഗ് ബോസ് പ്രേക്ഷകരായ നമ്മളെല്ലാവരും കണ്ടതുമാണ്. രേണു സുധീൻ്റെ കാര്യം, രേണു സുധി ഇങ്ങനെ ആൽബംസ് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തുന്നു. അവർ തന്നെ ഓരോ കാര്യങ്ങൾ പറയുന്നു. അത് തന്നെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് ഒരുപാട് മീഡിയക്കാർ വരുന്നു. മീഡിയക്കാർ വഴി അല്ലെങ്കിൽ മീഡിയക്കാർ കാരണം വീണ്ടും ഉയരത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ് രേണു സുധി. പക്ഷേ രേണു സുധി അഭിനയത്തെക്കാൾ ഏറ്റവും കൂടുതൽ മികച്ചു നിൽക്കുന്നത് അവരുടെ പാട്ട് തന്നെയാണ്. നന്നായിട്ട് പാടുന്ന ഒരു ആർട്ടിസ്റ്റും കൂടെയാണ്, പാട്ട് പാടുന്ന ഒരു ആർട്ടിസ്റ്റും കൂടെയാണ് രേണു സുധി. മൂന്നാമത് എനിക്ക് പറയുവാൻ താല്പര്യമുള്ളത്, ആഗ്രഹിക്കുന്നത് ആറാട്ടണ്ണൻ്റെ കാര്യമാണ്. ആറാട്ടണ്ണനെ എല്ലാവർക്കും അറിയാം. നമ്മുടെ ആറാട്ട് എന്ന സിനിമ ഉണ്ടായിരുന്നു, ഗോപന്റെ ആറാട്ട്, മോഹൻലാൽ സാറിൻ്റെ സിനിമയാണ്. നെയ്യാറ്റിൻകര ഗോപന്റെ ആറാട്ട് എന്ന സിനിമയിൽ മോഹൻലാൽ ആറാടുകയാണ് എന്ന ആ ഒരു ഡയലോഗിൽ വൈറലായ വ്യക്തിയാണ്. പിന്നീടാണ് മനസ്സിലായത് അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിന് ഒരുപാട് ക്വാളിറ്റി ഉണ്ട്, ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉണ്ട്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് മിസ്റ്റർ ആറാട്ടണ്ണൻ എന്ന് പറയുന്നത്. അദ്ദേഹവും ഇതുപോലെ പബ്ലിസിറ്റിക്ക് വേണ്ടി അദ്ദേഹത്തിന് ക്യാൻസറാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ഓരോ ആൾക്കാരെ കാണുമ്പോഴും അദ്ദേഹത്തിന് ക്രഷ് തോന്നുന്നു, സെക്സിയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം തന്നെ ഇങ്ങനെ പൊതുവെ സോഷ്യൽ മീഡിയ ശ്രദ്ധ കിട്ടാനായിട്ട് എല്ലാ ദിവസവും ഇടാറുണ്ട്. ചില സമയങ്ങളിൽ അദ്ദേഹം നന്നായിട്ട് ഒരാളെ, എക്സാമ്പിൾ മോഹൻലാൽ നന്നായിട്ട് പറയുമെങ്കിൽ പിറ്റേ ദിവസം അദ്ദേഹം മോഹൻലാലിനെ ചീത്ത വിളിക്കും. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ആറാട്ടണ്ണൻ. ഇതും ഒരു തരം സോഷ്യൽ മീഡിയയിൽ കുറച്ചൊക്കെ ഒന്ന് പേര് കേൾക്കാനായിട്ടുള്ള ഒരു സ്റ്റൈലാണ്. നാലാമത് എനിക്ക് പറയുവാൻ ആഗ്രഹം ചെകുത്താന് ഒരു ബ്രൂട്ടൽ മെൻറ്റാലിറ്റിയാണ്. അദ്ദേഹം എന്ത് പറഞ്ഞാലും, ഉമ്മൻചാണ്ടി സാറ് മരിച്ച സമയത്തായാലും, നമ്മുടെ ഇപ്പോൾ ആത്മഹത്യ ചെയ്ത സഹോദരൻ ദീപക് ചേട്ടൻ മരിച്ച സമയത്തായാലും അദ്ദേഹം വളരെ ക്രൂരമായിട്ട്, വളരെ റൂഡായിട്ടാണ് സംസാരിച്ചതും പെരുമാറിയതും. ഇതും ഒരു തരം ജനശ്രദ്ധ ആകർഷിക്കാനും ഇങ്ങനെയുള്ള ചർച്ചകളിൽ അദ്ദേഹത്തെ വിളിക്കുവാനും ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ ടാക്ടിക്സാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് ചിലപ്പോൾ ശുദ്ധമായിരിക്കും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കരയുന്നൊരു വ്യക്തിയായിരിക്കും അദ്ദേഹം. പക്ഷേ
ഇങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നത് വഴി ജനശ്രദ്ധ കൂടുതൽ അദ്ദേഹത്തിന് പിടിക്കാൻ പറ്റും. കാരണം കുറച്ച് നെഗറ്റീവ് പബ്ലിസിറ്റി ആയാലും അറിയാം, ചെകുത്താൻ അറിയാം. അദ്ദേഹത്തിന്റെ പേര് പോലും അറിയില്ല, അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയുണ്ട് അദ്ദേഹം ഒരു ചെകുത്താനാണ്. അടുത്തതായിട്ട് എനിക്ക് പറയുവാൻ ആഗ്രഹമുള്ള പേര് ജാസി. ജാസി ആദ്യം നമുക്ക് എല്ലാവർക്കും ജാസിയെ ആണായിട്ടാണ് നമ്മൾ എല്ലാവരും കണ്ടത്. പക്ഷേ ഇപ്പോൾ വന്നിട്ട് പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല, സർജറി ചെയ്ത് ട്രാൻസ് വുമണായി മാറിയിരിക്കുകയാണ്. പക്ഷേ അതിലും അവരെന്തൊക്കെയോ കാര്യങ്ങളൊക്കെ, പിന്നെ അവർ ജനശ്രദ്ധ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, വൈറലാകാൻ വേണ്ടിയിട്ട് അവരുടെ ഡ്രസ്സും അവരുടെ കോസ്റ്റ്യൂംസും ഓർണമെന്റ്സും എല്ലാം അദ്ദേഹം ലക്ഷങ്ങളുടെ വില വരുന്ന ജാസിയെ കുറിച്ച് പറഞ്ഞപ്പോൾ കാക്കയ്ക്ക് പോലും സഹിക്കുന്നില്ല. ഒരു മിനിറ്റ്. അപ്പോൾ അവരങ്ങനെ ജനശ്രദ്ധ അല്ലെങ്കിൽ ജനപ്രീതി നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ജാസി എന്ന് പറയുന്നത്. പിന്നീട് എനിക്ക് പറയുവാൻ ആഗ്രഹമുള്ളത് നമ്മുടെ ഷിംജിതെ പോലുള്ള ആൾക്കാരെയാണ്. വളരെ ക്രൂക്കഡായിട്ട്, വളരെ മനസാക്ഷി ഇല്ലാതെയും വളരെ മൃഗീയമായിട്ടുള്ള രീതിയിലും ചിന്തകളെ വളർത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാരാണ് ഇവരെ പോലുള്ള ആൾക്കാർ. അവർക്ക് സ്ത്രീപക്ഷമായിട്ട് നിന്ന് സ്ത്രീകളുടെ കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ സ്വയം വിശേഷിപ്പിക്കുന്ന ആൾക്കാർ എങ്ങനെയെങ്കിലും കുറച്ച്, ഓഫ്കോഴ്സ് ഞാൻ ഉൾപ്പെടെ കുറച്ച് ഫോളോവേഴ്സ് വരിക എന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ എന്നിരുന്നാലും ഒരാളുടെ ഇമോഷനെ ബേസ് ചെയ്തില്ല, അല്ലെങ്കിൽ ഇമോഷനെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കലും ഞാൻ ഉൾപ്പെടെയുള്ള ക്രിയേറ്റേഴ്സ് വീഡിയോ ഇടത്തില്ല. അങ്ങനെയുള്ള ഒരു തരം മൃഗീയ ചിന്താഗതിയുള്ള ക്രിയേറ്റേഴ്സും ഷിംജിത ഞാൻ അവളൊരു മൃഗമായതുകൊണ്ടാണ് ഞാൻ ഷിംജിതയുടെ പേര് എടുത്തു പറഞ്ഞത്. ഇപ്പോൾ ജാമ്യം കിട്ടി, സുഖമായിട്ട് ജീവിക്കാം. അവസാനമായിട്ട് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്നത് ശ്രീലക്ഷ്മി അറക്കലിൻ്റെ പേര്. എത്രയൊക്കെ പറഞ്ഞാലും ഒരു അധ്യാപികയാണ്. പക്ഷെ അവരുടേതായ വ്യക്തിപരമായ കുറെ കാഴ്ചപ്പാടുകളും കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പങ്കുവെക്കുന്നു. അത് പുരുഷന്മാർക്കും ചില സ്ത്രീകൾക്കും ഇഷ്ടപ്പെടുന്നില്ല. പേഴ്സണലി ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തി ആണ് ശ്രീലക്ഷ്മി. ഫിലിം ഫെസ്റ്റിവലിൽ വെച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു സംസാരത്തിൽ വെച്ച് തന്നെ അറിയാം, നോർമൽ ഒരു പക്ക ജെന്യൂൻ പേഴ്സൺ ആണ്. പക്ഷെ എന്നിരുന്നാൽ പോലും അവരുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് വന്ന് സോഷ്യൽ മീഡിയ വഴി പറയുകയും അതിന് നെഗറ്റീവായാലും പോസിറ്റീവായാലും അവരത് പറയുകയും അവർ പറഞ്ഞ കാര്യങ്ങൾ അവർ പിന്നെ പിന്നോട്ടെടുക്കത്തുമില്ല. അങ്ങനെ ഒരു വ്യക്തിത്വം ഉള്ളൊരു ലേഡി തന്നെയാണ് ശ്രീലക്ഷ്മി അറക്കൽ എന്ന് ഞാൻ എവിടെയും പറയും. ഒരു ചെറിയൊരു ബഹുമാനം ശ്രീലക്ഷ്മി അറക്കലിനോട് എനിക്ക് ഉണ്ടായ കാര്യം, അവർ പറഞ്ഞ വാക്കിൽ നിന്ന് അവർ പിന്മാറത്തില്ല. എന്താണ് പിന്നെ അവരെ ഈ ഇടയ്ക്ക് വെടി എന്നൊക്കെ വിളിച്ചതുകൊണ്ട് അവർ ഒരുപാട് കരഞ്ഞു. അത് സോഷ്യൽ മീഡിയ ആണ്. സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ആരായാലും എന്തായാലും വിളിക്കും. സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തെങ്കിലും ഒരു കാര്യം കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, കമന്റ് ബോക്സ് അല്ലെങ്കിൽ കമന്റ് സെക്ഷൻ ഓപ്പൺ ആക്കി വെച്ചേക്കുന്നത് ചുമ്മാ ആൾക്കാർക്ക് നോക്കിക്കൊണ്ടിരിക്കാനല്ല, അവർക്ക് തോന്നിയ കമന്റ് അവർക്ക് ഇടാനാണ്. സോ അങ്ങനെ ഒരു ധൈര്യവും കൂടെ പുള്ളിക്കാരിക്ക് വേണം എന്നുള്ള ഒരു ചെറിയൊരു കാഴ്ചപ്പാട് ഉള്ളൊരു വ്യക്തിയാവണം എന്നാണ് എനിക്ക് പറയേണ്ടത്. സോ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. ദിസ് ഈസ് കാൾഡ് സോഷ്യൽ മീഡിയ സെൽഫ് മാർക്കറ്റിംഗ്. ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നോക്കുമ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ചിലപ്പോൾ 50 48 അടുപ്പിച്ചാവാം. പക്ഷേ ഒരു 2 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 500K 400K ആവാം. That's social media marketing, and thank you guys.